നമസ്കാരം, ഞാൻ ഡോക്ടർ അമൽ ചന്ദ്രൻ, MVR ആയുർവേദ മെഡിക്കൽ കോളേജിലെ വിഷചികിത്സാ വിഭാഗം PG 2ാം വർഷ വിദ്യാർത്ഥിയാണ്. ഇന്ന് കേരളത്തിൽ പൊതുവായി കണ്ടുവരുന്ന പാമ്പുകളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ ചുറ്റുവട്ടത്ത് സാധാരണയായി കണ്ടുവരുന്ന ജീവികളാണ് പാമ്പുകൾ. കേരളത്തിൽ പൊതുവെ വിഷമില്ലാത്ത പാമ്പുകളാണ് കൂടുതലെങ്കിലും വിഷപ്പാമ്പുകളും ധാരാളമായി കാണുന്നുണ്ട്. കേരളത്തിൽ പൊതുവായി കണ്ടുവരുന്ന വിഷപ്പാമ്പുകളെ ബിഗ് 4 എന്ന ഗണത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. ഇവ മാരകമായ വിഷമുള്ള പാമ്പുകളാണ്. ബിഗ് 4 ഉൾപ്പെടുന്ന വിഷപ്പാമ്പുകൾ മൂർഖൻ, അണലി, വളവളപ്പൻ, ചുരുട്ടമണ്ഡലി ഇവയാണ്. ഈ 4 പാമ്പുകൾക്കാണ് കേരളത്തിലെ ഡേഞ്ചറസ് ആയിട്ട്, അതായത് വളരെ ആപത്കരമായിട്ടുള്ള വിഷം ഉള്ള പാമ്പുകൾ. രാജവെമ്പാല, ചുരുട്ട പോലെയുള്ള മറ്റു പാമ്പുകൾ ഈ ഗണത്തിൽ പെടുന്നില്ല. അവയുടെ കടികൾ ഒന്നുകിൽ കോമൺ അല്ലാത്തത് കൊണ്ടും അത്ര മാരകമല്ലാത്തത് കൊണ്ടുമാകാം അവയെ ഉൾപ്പെടുത്താതിരിക്കുന്നത്. ഈ പാമ്പുകൾക്ക് അഥവാ ഈ വിഷപ്പാമ്പുകൾക്ക് ആകൃതി കൊണ്ടും അടയാളങ്ങൾ കൊണ്ടും സമാനരായിട്ടുള്ള മറ്റ് വിഷമില്ലാത്ത പാമ്പുകൾ ധാരാളമായിട്ട് നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്നുണ്ട്. ഇവയെ തിരിച്ചറിയേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം വിഷപ്പാമ്പുകൾ കടിച്ചാൽ അത് വിഷമില്ലാത്ത പാമ്പുകളാണ് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ വിഷമില്ലാത്തവ കടിച്ചാൽ അത് വിഷം ഉള്ള പാമ്പുകളാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു അവസ്ഥയും കേരളത്തിലുണ്ട്. ഇവയെ തിരിച്ചറിയേണ്ടത് അതുകൊണ്ട് തന്നെ വളരെ അത്യാവശ്യമാണ്. പ്രധാനമായിട്ടും ബിഗ് 4 ഉൾപ്പെടുന്ന പാമ്പുകളുടെ അപരന്മാരെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് മൂർഖനാണ്. കോബ്ര അഥവാ മൂർഖൻ എന്ന് പറയുന്ന പാമ്പ് നമ്മുടെ നാട്ടിൽ സാധാരണയായി കണ്ടുവരുന്ന വിഷപ്പാമ്പാണ്. ഇതിൻ്റെ പ്രത്യേകതകളൊക്കെയാണ്: ത്രികോണാകൃതിയുള്ള വലിയ തല, ശൽക്കങ്ങൾക്കിടയിൽ വെളുത്ത അടയാളം വ്യക്തമായി കാണാൻ സാധിക്കും. അതിൻ്റെ തലയുടെ പുറകിൽ കറുത്ത നിറത്തിൽ കണ്ണട അടയാളം വ്യക്തമായി കാണാൻ സാധിക്കും. മൂർഖൻ്റെ പ്രധാനപ്പെട്ട അപരനായിട്ട് നമ്മൾ കണക്കാക്കുന്ന പാമ്പ് ചേരയാണ്. ചേരയ്ക്ക് വളരെ നീണ്ട ശരീരമാണുള്ളത്. ശരീരത്തെക്കാളും ചെറിയ തലയാണ് ഉണ്ടാവുക. അതിൻ്റെ ശൽക്കങ്ങൾക്കിടയിൽ കറുത്ത നിറം വ്യക്തമായിട്ടൊന്നും കാണാൻ സാധിക്കും. ബിഗ് 4 ഉൾപ്പെടുന്ന മറ്റു പ്രധാനപ്പെട്ട പാമ്പാണ് അണലി അഥവാ ചേനത്തണ്ടൻ. ഇതിൻ്റെ പ്രത്യേകതകൾ: ത്രികോണാകൃതിയിലുള്ള തല, ശരീരത്തിൻ്റെ മുകൾ ഭാഗത്തും വശങ്ങളിലും നേർരേഖയിൽ ഇരുണ്ട നിറത്തിലുള്ള പുള്ളികൾ, അവയ്ക്ക് ചുറ്റും വെളുത്ത പാടുകൾ എന്നിവയാണ്. ഇവയുടെ പ്രധാനപ്പെട്ട അപരന്മാരായിട്ട് കണക്കാക്കപ്പെടുന്നത് പെരുമ്പാമ്പ്, അതുപോലെ മണ്ണൂലിപ്പാമ്പ് എന്നിവയാണ്. പെരുമ്പാമ്പ് വലിയ ആകാരം, ശരീരത്തിൽ ഇരുണ്ട നിറത്തിൽ ക്രമരഹിതമായ അടയാളങ്ങൾ എന്നിവയോടുകൂടിയ ലക്ഷണങ്ങളാണ് പെരുമ്പാമ്പിനുള്ളത്. മണ്ണൂലി എന്ന് പറയുന്ന പാമ്പ് സാൻബോ എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് നാമം. അവ കട്ടിയുള്ള, കരുത്തുറ്റ, പരുപരുത്ത ശരീരത്തോടു കൂടി ശരീരത്തിൽ ക്രമരഹിതങ്ങളായ ഇരുണ്ട പുള്ളികളോടുകൂടി കാണപ്പെടുന്നവയാണ്. ബിഗ് 4 ഉൾപ്പെടുന്ന മറ്റു പ്രധാനപ്പെട്ട പാമ്പാണ് വളവളപ്പൻ അഥവാ വെള്ളിക്കെട്ടൻ. നമ്മുടെ പരിസരത്ത് സാധാരണയായി കാണപ്പെടുന്ന ഒരു വിഷപ്പാമ്പാണ്. ഇവിടെ പ്രത്യേകത എണ്ണക്കറുപ്പ് ശരീരത്തിൽ നെടുകെ വെള്ള നിറത്തിലുള്ള ഇരട്ട വളയങ്ങളാണ്. ഇവയുടെ തലയ്ക്ക് ശരീരത്തെക്കാളും വലിപ്പം വളരെ കുറവാണ്, അല്ലെങ്കിൽ ഒരേ വലിപ്പമാണ് ഉണ്ടാവുക. മിക്കവാറും ഈ പാമ്പുകളുടെ ശരീരത്തിൻ്റെ ആദ്യത്തെ 3-1 ഭാഗം വളകൾ കാണപ്പെടണമെന്നില്ല. അതുപോലെ ഈ പാമ്പിൻ്റെ നട്ടലിൻ്റെ മുകൾ ഭാഗത്ത് നെടുനീളത്തിൽ ഷഡ്ഭുജാകൃതിയിൽ ഒരു നിര ശൽക്കങ്ങൾ കാണപ്പെടുന്നു. ഇവയുടെ പ്രധാനപ്പെട്ട അപരന്മാർ ചുവർപ്പാമ്പ് എന്നറിയപ്പെടുന്ന വെള്ളി വരയൻ എന്ന പാമ്പുകളും കാട്ടുപാമ്പുകളുമാണ്. വെള്ളി വരയൻ പാമ്പുകൾ, ഇവയുടെ ശരീരം പൊതുവെ തവിട്ട് കലർന്ന ചാര നിറത്തിലാണ് ഉണ്ടാവുക. ശരീരത്തിന് മുകളിൽ വെള്ളയോ മഞ്ഞയോ നിറത്തിൽ വളയങ്ങൾ കാണപ്പെടുന്നു. ഇവയുടെ തല പല്ലിയുടേതുപോലാണ് ഉണ്ടാവുക. ചുവരിൽ കയറുന്നത് കൊണ്ട് ഇതിനെ ചുവർപ്പാമ്പെന്നും അറിയപ്പെടുന്നുണ്ട്. ഇനി വെള്ളിക്കെട്ടൻ്റെ മറ്റൊരു അപരനാണ് കാട്ടുപാമ്പ്. കാട്ടുപാമ്പ് തവിട്ട് നിറത്തോടു കൂടിയ പാമ്പാണ്. അതിൻ്റെ ശരീരത്തിൻ്റെ ആദ്യ പകുതിയിലാണ് വെള്ളയും കറുപ്പും നിറത്തോടു കൂടിയ അടയാളങ്ങൾ കാണപ്പെടുന്നത്. ശരീരത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിലേക്ക് മിക്കവാറും ഈ അടയാളങ്ങൾ കാണപ്പെടാറില്ല. ഇനി ബിഗ് 4 ഉള്ള 4ാമത്തെ പാമ്പാണ് ചുരുട്ടമണ്ഡലി എന്നറിയപ്പെടുന്ന സോ സ്കെയിൽഡ് വൈപ്പർ. കേരളത്തിൽ അത്ര സാധാരണമല്ലാത്ത ഒരു വിഷപ്പാമ്പാണിത്. ഇത് മണ്ഡലിയോട് സാമ്യമുള്ള പാമ്പാണ്. ഇവയുടെ ശൽക്കങ്ങൾ മുന്നോട്ട് കൂർത്ത രീതിയിലുള്ള ശൽക്കങ്ങളാണ്.
ഇവിടെ തല ത്രികോണാകൃതിയിലാണ്. ഇവിടെ ശൽക്കങ്ങളുടെ പ്രത്യേകത കൊണ്ട് ശരീരം വരണ്ടിരിക്കുന്നതായിട്ട് തോന്നും. ചുരുട്ടമണ്ഡലി അഥവാ സോസ്കേൽ വൈപ്പറിൻ്റെ പ്രധാനപ്പെട്ട അപരനായിട്ട് കണക്കാക്കപ്പെടുന്ന പാമ്പാണ് പൂച്ചക്കണ്ണൻ പാമ്പ് അഥവാ ക്യാറ്റ് സ്നേക്ക്. ഇവയുടെ തല ത്രികോണാകൃതിയിൽ തന്നെയാണ്. വളരെ ഇടുങ്ങിയ കഴുത്താണ്, നീളമുള്ള ശരീരം. ശരീരത്തിൻ്റെ പുറത്ത് വെള്ളയും മഞ്ഞയും തവിട്ടും കലർന്ന പാടുകൾ കാണപ്പെടുന്നു. ബിഗ് ഫോർ ഉൾപ്പെടുന്ന വിഷപ്പാമ്പുകൾക്കാണ് പ്രതിവിഷ ചികിത്സാ സംവിധാനം നിലവിലുള്ളത്. ഇവയുടെ അപരന്മാരിൽ നിന്ന് തിരിച്ചറിയുന്ന പോലെ തന്നെ പ്രധാനമാണ് പാമ്പ് കടിയേറ്റ ഒരു വ്യക്തിയെ എത്രയും പെട്ടെന്ന് ചികിത്സാ സംവിധാനം ഉള്ള ഒരു ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളത്.